പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6-ൻ്റെ ചാപ്റ്റർ 4-ലെ പേജ് നമ്പർ 93-ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 5th ക്വസ്റ്റ്യൻ മുതലാണ്. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൈസ് പ്രിപ്പയർഡ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഓഫ് ഡേറ്റ ഓൺ ദ നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൻ ബൈ ജസ്പ്രീത് ബുംറ ഇൻ ഹിസ് ലാസ്റ്റ് 30 മാച്ചസ്. അപ്പോൾ ഫൈസ് ഇവിടെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ടേബിളാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ജസ്പ്രീത് ബുംറ അവൻ്റെ ലാസ്റ്റ് 30 മാച്ചസിൽ എടുത്ത നമ്പർ ഓഫ് വിക്കറ്റ്സിൻ്റെ ഡേറ്റയുടെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് ഇവിടെ ഫൈസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നോക്കിയേ, 0 വിക്കറ്റുകൾ 2 മാച്ചസിൽ എടുത്തിട്ടുണ്ട്. ഓരോ വിക്കറ്റ് വീതം 4 മാച്ചസിൽ എടുത്തിട്ടുണ്ട്. 2 വിക്കറ്റ് വീതം 6 മാച്ചസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 3 വിക്കറ്റ് വീതം 8 മാച്ചസിൽ എടുത്തിട്ടുണ്ട്. 4 വിക്കറ്റ് വീതം 3 മാച്ചസിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതായത് 4 വിക്കറ്റ് എടുത്ത് എത്ര മാച്ചുകളുണ്ട്? 3 മാച്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടേബിൾ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഇൻഫർമേഷൻ ഈസ് ദിസ് ടേബിൾ ഗിവൺ? ഈ ടേബിൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്താണ്? എന്താ നമുക്ക് ഈ ടേബിൾ തരുന്ന ഇൻഫർമേഷൻ? ദ ടേബിൾ ഈസ് ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൻ ബൈ ജസ്പ്രീത് ബുംറ ഇൻ ഹിസ് ലാസ്റ്റ് 30 മാച്ചസ്. ഇതാണ് ഈ ടേബിൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ഞാനതിവിടെ എഴുതുന്നില്ല കേട്ടോ, എഴുതിയ ടൈം ഒത്തിരി വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് നോട്ടിൽ എഴുതണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ദ ടേബിൾ ഈസ് ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൻ ബൈ ജസ്പ്രീത് ബുംറ ഇൻ ഹിസ് ലാസ്റ്റ് 30 മാച്ചസ്. ഇതാണ് ഈ ടേബിൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് മേ ബി ദ ടൈറ്റിൽ ഓഫ് ദിസ് ടേബിൾ? ഈ ടേബിളിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും? എന്ത് കൊടുക്കാം നമുക്ക് ഈ ടേബിളിൻ്റെ ടൈറ്റിൽ? നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൻ ബൈ ജസ്പ്രീത് ബുംറ, അങ്ങനെ കൊടുക്കാം നമുക്ക് ഈ ടേബിളിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ? വാട്ട് കോട്ട് യുവർ അറ്റൻഷൻ ഇൻ ദിസ് ടേബിൾ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു 0 വിക്കറ്റുകൾ 2 മാച്ചസിൽ, 1 വിക്കറ്റ് വീതം 4 മാച്ചസിൽ എടുത്തിട്ടുണ്ട്. 2 വിക്കറ്റ്സ് വീതം 6 മാച്ചസിലുണ്ട്. 3 വിക്കറ്റ്സ് വീതം 8 മാച്ചസിലുണ്ട്. 4 വിക്കറ്റ്സ് വീതം 3 മാച്ചസിലുണ്ട്. 5 വിക്കറ്റ്സ് വീതം 5 മാച്ചസിലുണ്ട്. അടുത്തത് 6 വിക്കറ്റ്സ് 1 മാച്ചിലേ എടുത്തിട്ടുള്ളൂ. 7 വിക്കറ്റ്സ് 1 മാച്ചിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതിലാണ് അറ്റൻഷൻ അത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 5 വിക്കറ്റ്സ് വീതം 5 മാച്ചസിൽ എടുത്തിട്ടുണ്ട് അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ എന്തെഴുതാം? ജസ്പ്രീത് ബുംറ ഹാസ് ടേക്കൻ 5 വിക്കറ്റ്സ് ഇൻ എ മാച്ചസ് 5 ടൈംസ്, ദാറ്റ് ഈസ് ഇൻ 5 മാച്ചസ് അല്ലേ? അപ്പോൾ 5 വിക്കറ്റ് വീതം 5 ടൈംസ് എടുത്തിട്ടുണ്ട്. അതായത് 5 മാച്ചസിൽ 5 വിക്കറ്റ്സ് വീതം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന് ആൻസറായിട്ട് എഴുതാം. ഇല്ലെങ്കിൽ അടുത്തത്, ഇൻ ഹൗ മെനി മാച്ചസ് ഹാസ് ബുംറ ടേക്കൻ 4 വിക്കറ്റ്സ്? അപ്പോൾ എത്ര മാച്ചുകളിൽ ബുംറ 4 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ, 4 വിക്കറ്റ്സ് എടുത്തിട്ടുള്ള എത്ര മാച്ചുകളുണ്ട്? 3 മാച്ചസ് ആണുള്ളതല്ലേ? അപ്പോൾ ഇവിടെ 3 മാച്ചസ്. അടുത്ത ക്വസ്റ്റ്യൻ, മയങ്ക് സേസ് ഇഫ് we want to know the total number of wickets he has taken in his last 30 matches, we have to add the number 0 to 7. അതായത് ലാസ്റ്റ് 30 മാച്ചസിൽ അവൻ എടുത്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് നമുക്കറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞാൽ? വി ഹാവ് ടു ആഡ് ദ നമ്പർ 0 to 7. അതായത് 0 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 30 മാച്ചസിൽ എടുത്തിട്ടുള്ള നമ്പർ ഓഫ് വിക്കറ്റ്സ് നമുക്കറിയാൻ സാധിക്കുമെന്നാണ് മയങ്ക് പറയുന്നത്. ക്യാൻ മയങ്ക് ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൺ ഇൻ ദിസ് വേ? വൈ? അപ്പോൾ മയങ്കിന് ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മയങ്കിന് ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് ഈ വേയിൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയുമോ? എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ മയങ്ക് പറഞ്ഞത് ഈ 0 തൊട്ട് 7 വരെയുള്ളത് അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 മാച്ചസിലെ നമ്പർ ഓഫ് വിക്കറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞു. ഈ 0 തൊട്ട് 7 വരെ ആഡ് ചെയ്താൽ കിട്ടുമോ? കിട്ടത്തില്ല. കാരണം എന്താണ്? ഇവിടെ നോക്കിയാൽ 0 വിക്കറ്റ്സ് എടുത്ത 2 മാച്ചസ് ഉണ്ട് അല്ലേ? 1 വിക്കറ്റ്സ് എടുത്ത 4 മാച്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വിക്കറ്റ്സ് ആയി? ഒരു വിക്കറ്റ് ഒരു മാച്ചിൽ. അങ്ങനെ
ഒരു വിക്കറ്റ് എടുത്ത് 4 മാച്ചസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ 4 മാച്ചിൽ നിന്നും കൂടെ എത്ര വിക്കറ്റായി? 1 × 4 = 4 വിക്കറ്റ്സ് ആയി. ഇനി 2 വിക്കറ്റ്സ് വീതം എടുത്ത 6 മാച്ചസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് ഇവിടെ എത്രയായി? 2 × 6 ദാറ്റ് ഈസ് 12. അടുത്തത് 3 വിക്കറ്റ്സ് വീതം എടുത്ത 8 മാച്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് എത്രയായി? 3 × 8 ദാറ്റ് ഈസ് 24. ഇങ്ങനെ കൗണ്ട് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് 30 മാച്ചസിലെടുത്ത ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്യാൻ മയങ്ക് ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൺ ഇൻ ദിസ് വേ? ഇതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് ആൻസർ എന്തെഴുതാം? നോ എന്ന് എഴുതാം. ഓക്കെ, ഈയുടെ ആൻസറാണ്. ഇവിടെ നമുക്ക് നോ എന്ന് എഴുതാം. വൈ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തെഴുതാം? ബിക്കോസ് he needs to multiply the number by its corresponding frequency first. അപ്പോൾ ഈ വിക്കറ്റ്സിൻ്റെ നമ്പറിനെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മാച്ചസ് ആണ് അല്ലേ. നമ്പർ ഓഫ് മാച്ചസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയുമായിട്ട് ഈ വിക്കറ്റിൻ്റെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് 30 മാച്ചസിലെ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് കിട്ടത്തുള്ളൂ. അല്ലാതെ 0 to 7 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഹൗ വുഡ് യു കറക്റ്റ്ലി ഫിഗർ ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൻ ബൈ ബുംറ ഇൻ ഹിസ് ലാസ്റ്റ് 30 മാച്ചസ് യൂസിങ് ദിസ് ടേബിൾ? അപ്പോൾ ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് ബുംറ ലാസ്റ്റ് 30 മാച്ചസിലെടുത്ത ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്ക് ചെയ്യാം? ഇപ്പോൾ ഞാനങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇവിടെ നമ്മൾ വിക്കറ്റിനെ എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ഓഫ് മാച്ചസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മളതിനെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് ഇവിടെ കിട്ടത്തുള്ളൂ. അതായത് ഞാൻ ഈ കാണിച്ച പോലെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമ്പർ ഓഫ് വിക്കറ്റ്സിനെ നമ്പർ ഓഫ് മാച്ചസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ 0 × 2 പ്ലസ് അടുത്തത് 1 × 4 പ്ലസ് 2 × 6 പ്ലസ് 3 × 8 പ്ലസ് പിന്നെന്താ 4 × 3 പ്ലസ് 5 × 5 പ്ലസ് 6 × 1 പ്ലസ് 7 × 1 is equal to 0 × 2 is 0, 1 × 4 is 4, 2 × 6 12, 3 × 8 24, 4 × 3 12, 5 × 5 25, 6 × 1 6, 7 × 1 7. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 12 + 4 is 16, 16 + 24 is 40, 40 + 12 52, 52 62 72 77 84 90. അപ്പോൾ ഇവിടെ നമുക്ക് 90 എന്ന് കിട്ടും. നിങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. മൈൻഡിൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 30 മാച്ചസിൽ ജസ്പ്രീത് ബുംറ നേടിയ ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് എത്രയാണ്? 90 വിക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വണ്ണിന് സ്റ്റെപ്പ് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ഇതിൻ്റെ റീസൺ എഴുതണം. എന്താണ്? To find the total number of wickets, we need to multiply wickets taken by number of matches in each row of the table and then add the result. അങ്ങനെ എഴുതിയിട്ട് വേണം. Therefore, total number of wickets taken in last 30 matches can be found as എന്ന് പറഞ്ഞിട്ട് ദാ ഇവിടം തൊട്ട് എഴുതണം കേട്ടോ. ഇവിടം തൊട്ട് ഇവിടെ വരെ എഴുതുക. ഞാൻ ഇത്രയും നീട്ടി എഴുതാൻ പോയാൽ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതുക കേട്ടോ. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.